നമ്മൾ മണിയറ കാണാത്തവരാരും ഇല്ലല്ലേ? വിവാഹം കഴിച്ചവരെല്ലാവരും മണിയറ കാണും. അപ്പം ഈ മണിയറയിൽ നമ്മൾ ഈ മണവാളൻ ഇങ്ങനെ കയ്യിൽ മുല്ലപ്പൂവും ഒക്കെ ചുറ്റി ഇവിടെ സ്പ്രേ വേണമെങ്കിൽ വായിൽ സ്പ്രേ അടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ മണവാട്ടി പതുക്കെ കുണുങ്ങി അതിൻ്റെ കൂട്ടുകാരത്തികൾ വന്ന് അതിനെ അങ്ങോട്ട് തള്ളും. ഈ മണവാള പാല് കൊടുത്താലേ ഊച്ചത്തുള്ളൂ. ഇത് നേരെ തിരിച്ചാകാമല്ലോ. ഈ മണവാളം കുണുങ്ങി വന്ന് മണവാട്ടിക്ക് പാല് കൊടുത്ത് മണവാട്ടി കുടിച്ചതിൻ്റെ ബാക്കി മണവാളിനെ കുടിച്ചാൽ എന്താ? അവിടെ ഒരു സമത്വം കൊണ്ടുവരണം. നിങ്ങൾ കല്യാണം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് മനസ്സിൽ വെച്ചോളാം. അപ്പം ഈ മണിയറയുടെ കൺട്രോള് എപ്പോഴും മണവാട്ടിയുടെ കയ്യിരിക്കണമെന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞപ്പോൾ എൻ്റെ ആദ്യ രാത്രിയുടെ കാര്യം പറയണമല്ലോ. എൻ്റെ ആദ്യ രാത്രി ഈ പുള്ളിക്കാരന് ചെറിയ വിക്കുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ഒരക്ഷരം മിണ്ടിയില്ല കേട്ടോ. മിണ്ടിക്ക് പണി പാളിയേനെ ഇല്ല. ഇങ്ങനെ ഇളിഞ്ഞോണ്ടിരിക്കുക. അങ്ങനെ രാത്രി ഞാൻ കയറി ചെന്നു. ഞാൻ കട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിക്കാരൻ്റെ തോളെ കൈവച്ചിട്ട് പൂ 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 പൂ. അപ്പോൾ എനിക്കൊന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഓർത്ത് ഉറങ്ങാൻ പറയുമായിരിക്കുന്നു. ഉറങ്ങിക്കോ എന്ന് പറയാമായിരിക്കും. ഞാൻ തലയാട്ടി ഞാൻ ആ കട്ടിലിൻ്റെ അടുത്ത് ആദ്യമായിട്ടല്ലേ തൊട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒന്ന് കിടന്നു. അങ്ങനെ ഞങ്ങളുടെ ആദ്യ രാത്രി ശൂന്യമായിപ്പോയി. രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ ചേട്ടാ എന്നോട് ചോദിച്ചത്? അതാ ഉമ്മ തരുമോന്ന് ചോദിച്ചതാ. അന്നെനിക്കിത് മനസ്സിലായല്ലോ. ഞാനൊട്ട് ഉമ്മ കൊടുത്തുമില്ല. ഇപ്പോഴും ആ ഉമ്മയും ചോദിച്ചോണ്ട് പുള്ളിക്കാരൻ എൻ്റെ പുറകെ നടക്കുക.